ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഈസി ആയിട്ടുള്ള മീൻ ബിരിയാണി, ഫിഷ് ബിരിയാണി റെസിപ്പിയാണ് കേട്ടോ നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഞങ്ങൾ അതിനായിട്ട് മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി, മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മാഗ്നേറ്റ് ചെയ്തത്, അത് നമ്മൾ ഏത് മീനാണോ നമ്മൾ ബിരിയാണിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത് ആ മീനിലേക്ക് നല്ല രീതിക്ക് മസാല പുരട്ടിയിട്ട് അതിനെ നല്ല തേച്ച് ഇങ്ങനെ വെക്കണം കേട്ടോ. ആ മീനിൻ്റെ മുള്ളൊക്കെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ചെറിയ കുട്ടികളുള്ളതുകൊണ്ട് തന്നെ അവർക്ക് മുള്ളൊന്നും മാറ്റി നോക്കിയൊന്നും കഴിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ മുള്ളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി മസാല തേച്ച് വെച്ച മീൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട്, വെളിച്ചെണ്ണ ഓയിലോ ഇത് വേണമെങ്കിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് അത് വേവിച്ചെടുക്കാം കേട്ടോ. ഇത് മൂത്തുമ്മാൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുവന്ന ചേനയാണ് കേട്ടോ. അവരെ കൊടുത്തയച്ചതായിരുന്നു. ഇതിലും വലിയ ചേനയാവും, പക്ഷേ പന്നി കുത്തുന്നതുകൊണ്ട് തന്നെ ഒരു വേഗം പറിച്ചതാണ് കേട്ടോ. ഇവിടെ നല്ല പന്നി ശല്യമുണ്ട്. നൈറ്റൊന്നും പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല. ഈ മീൻ പൊരിച്ചെടുക്കുന്ന സെയിം പാനിൽ തന്നെയാണ് കേട്ടോ നമ്മൾ മസാലയും റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ നെയ്ച്ചോറ് പള്ളിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ബിരിയാണിയുടെ റൈസ് അതാണ് കേട്ടോ. അപ്പോൾ മീനൊക്കെ ഇതാ പൊരിച്ചിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. പള്ളിയിൽ നിന്ന് കിട്ടിയതായതുകൊണ്ട് തന്നെ ഇന്നലെ കിട്ടിയതാണ്. അപ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അത് ചൂടാക്കിയിട്ടാണ് ബിരിയാണിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ആ പാനിലേക്ക് പച്ചമുളക്, ആവശ്യത്തിന് പച്ചമുളകും പിന്നെ നമ്മളെ സവാളയും ഒക്കെ ആ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളുടെ സവാളയും പച്ചമുളകും നമ്മൾ മീൻ പൊരിച്ചെടുത്ത പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അതേമാതിരി മല്ലിച്ചപ്പും ഇതേമാതിരി ചോപ്പ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. പുതിനയിലയും വേറെ വെച്ചിട്ടുണ്ട്. ഒക്കെ സെപ്പറേറ്റ് തന്നെ വെക്കണം കേട്ടോ. പിന്നെ തക്കാളിയും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു ഇതിലേക്കാണ് ഇട്ട് കൊടുക്കേണ്ടത്. സവാളയൊക്കെ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കത് എന്ത് ചെയ്യാം, ഒന്ന് വേവിച്ച് വഴറ്റിയെടുക്കാം കേട്ടോ. ഹൈ സ്പീഡിൽ തന്നെ വെക്കാൻ മാക്സിമം ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ പിന്നെ പെട്ടെന്ന് ആയിക്കോളും. ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ മീനൊക്കെ വേവിക്കുന്ന അല്ലെങ്കിൽ പൊരിക്കുന്ന ഒരു ചട്ടി ആയതുകൊണ്ട് നമ്മളിങ്ങനെ മിക്സ് ചെയ്യാണ്ടിരുന്നാലും, ഇങ്ങനെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് മിക്സ് ചെയ്യാണ്ടിരുന്നാൽ ചിലപ്പോൾ അടിയിലൊക്കെ പിടിക്കാനും പിന്നീട് കരിയാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരു കുറച്ചീശെ ഇടവിട്ടിട്ട് നമ്മളത് മിക്സ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മളുടെ മീൻ ഉണ്ടല്ലോ അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം കേട്ടോ. ഇനി വഴറ്റി വന്ന് നമ്മളുടെ സവാളയിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കണം. നമ്മൾ ഈ സവാള ഇട്ട ആ ഒരു ടൈമിൽ തക്കാളിയുടെ ചെറിയ ചെറിയ പീസസിൽ ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. പക്ഷേ തക്കാളി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും വഴറ്റിയെടുക്കാം കേട്ടോ. അതിലേക്ക് ഗരം മസാലയും അതേമാതിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ എരിവ് നല്ലോണം വേണ്ടവർക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അവിടെ ചെറിയ കുട്ടികളുള്ളവർക്ക് ഈ ഒരു തന്നെയായിരിക്കും പാകം. എന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും മുളക് പൊടിയോ അതേമാതിരി കുരുമുളകോ ഇടുമ്പോൾ ഇതിന് എരിവ് നല്ലോണം കൂടും. പിന്നെ മാഗ്നറ്റ് ചെയ്തതിലും നമ്മൾ എല്ലാതും ചേർത്തിട്ടുള്ളതുകൊണ്ട് തന്നെ അതിലും നല്ല എരിവുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഇതിൻ്റെ ഒന്നും അളവ് പറയാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു ചെറിയ കണക്കിലാണ് നിങ്ങളെ വീട്ടിലുള്ളവർക്ക് അനുസരിച്ചിട്ട് ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞങ്ങളെ വീട്ടിലുള്ളവർക്കുള്ളതാണ് കേട്ടുള്ളത്. ഇത് ഒരു നേരത്തിനുള്ള ഫുഡ് തന്നെ ഉള്ളൂ കേട്ടോ. ഇതിൽ മസാല ഇടുന്നതും അതേമാതിരി ഉള്ളതിൻ്റെ ഒന്നും വീഡിയോ ക്ലിപ്പ് പെട്ടിട്ടില്ല, കാരണം അത് ഒരാൾ ഒറ്റയ്ക്ക് തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. ഞങ്ങൾ സ്കൂളിൽ പോയതുകൊണ്ട് ഉമ്മയായിട്ടോ എടുത്തിട്ടുള്ളത്. ഉപ്പ് പാകത്തിന് നോക്കിയിട്ട് ഉപ്പ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ മല്ലിയില പുതിനയില നമ്മൾ ചോപ്പ് ചെയ്ത് മാറ്റി വെച്ച രണ്ടും ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യാം. ഇതിലത്തെ ഈ ഒരു വെള്ളം ഉണ്ടല്ലോ, ആ ഒരു വെള്ളം വറ്റുന്ന വരെ മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു മുടി കൊണ്ട് അടച്ചും കൊടുക്കാം കേട്ടോ. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്.
ആൻഡ് കുറച്ച് വെള്ളം മാത്രമേ ഉണ്ട് കേട്ടോ അവിടെ, അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇതിൻ്റെ മസാലയൊക്കെ വറ്റി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പുറത്തിരിക്കുന്നതാണ് നമ്മളുടെ നെയ്ച്ചോറ് കേട്ടോ, പള്ളിയിൽ നിന്ന് കിട്ടിയ നെയ്ച്ചോറ് അതാണ്. അപ്പോൾ ഗ്രാൻഡ്മയും കൂടിയും ഒക്കത്തിനും സഹായിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഒറ്റക്കായതുകൊണ്ടാണ് വീഡിയോസൊന്നും അത് ക്ലിയർ ആവാത്തത് കേട്ടോ. നമ്മളിപ്പോൾ ഒരാൾ വീഡിയോ എടുക്കാനുണ്ട്, അല്ലെങ്കിൽ സ്റ്റാൻഡ് ചെയ്യുന്ന ഇങ്ങനെയുള്ള സാമഗ്രികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ഇത് രണ്ടും ഇല്ലാത്തൊരവസ്ഥയായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യും കാലും അങ്ങോട്ടും ഇങ്ങോട്ടും അളകുന്നതൊക്കെ. ഇനി ജസ്റ്റ് ഒന്ന് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം കേട്ടോ. അല്ലെങ്കിൽ ഈ ഒരു തുള്ളിയും കൂടി വെള്ളം വറ്റുന്ന വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് അതിങ്ങനെ വെക്കാം കേട്ടോ. അപ്പോൾ വല്യമ്മയും വീഡിയോ എടുക്കുന്നുണ്ട്. അവർക്കിപ്പോൾ പിന്നെ ഫോൺ പിടിക്കേണ്ട രീതി അതൊന്നും അറിയില്ലല്ലോ. പിന്നെ അവരുടെ കയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകുകയൊക്കെ ചെയ്യും. ആ ഒരു ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാതെ വീഡിയോക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച മീൻ നമ്മുടെ ഈ ഒരു മസാലയിൽ ഇട്ട് കൊടുത്തിട്ട് ആ മസാലയിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്തിട്ട് അതൊന്ന് യോജിപ്പിച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മളുടെ ബിരിയാണിക്കുള്ള മീൻ മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ഭയങ്കര ടേസ്റ്റിയാണ്. ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടമാണ് ഈ മീൻ ബിരിയാണി എന്ന് പറയുന്നത്. ഫിഷ് ബിരിയാണി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. എന്താ അറിയില്ല, നമ്മളിപ്പോൾ കുറേ കാലമായി ഈ ഒരു മീൻ ബിരിയാണി ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അതുകൊണ്ടോ അറിയില്ല, നമുക്ക് കഴിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മിക്സ് ചെയ്തിട്ട് യോജിപ്പിക്കണം കേട്ടോ, എങ്കിൽ അതൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഇത് ദമ്മ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ചിലപ്പോൾ മസാലയും ഈ ഒരു ഫിഷും അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ അധികം മസാല ഒന്നും ഇല്ലാണ്ട് ഒരു ഭാഗത്ത് മാത്രം മസാല ഇട്ടിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് നല്ല രീതിക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. അങ്ങനെ മിക്സ് ചെയ്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ദം ചെയ്യുന്ന പാത്രം എടുത്തിട്ട്, ഇതാണ് കേട്ടോ നമ്മൾ ദം ഇടാൻ പോകുന്ന പാത്രം. അങ്ങനെ ആ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മളുടെ ഈ ഒരു ഫിഷിൻ്റെ ആ ഒരു മസാല ഇട്ട് കൊടുക്കുക കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പ് അതിൻ്റെ മുഴുവനും പകുതി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളത് എല്ലായിടത്തേക്കും എത്തിച്ചു കൊടുക്കാം. എങ്കിലേ നമ്മൾ ചിലപ്പോൾ ഒരു ദം ചെയ്തിട്ട് മിക്സ് ചെയ്യുന്ന ടൈമിൽ മസാല എല്ലാ ചോറിലും അങ്ങോട്ട് എത്തി റെഡി ആവുള്ളൂ കേട്ടോ. അങ്ങനെ ഫുള്ളും അങ്ങനെ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതാണ് പള്ളിയിൽ നിന്ന് കിട്ടിയ നെയ്ച്ചോറ്. അത് ഇതിൻ്റെ മുകളിൽ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് അത് മുഴുവനും കംപ്ലീറ്റ് ആയിട്ട് മൂടുന്ന രീതിക്ക് അത് ഇട്ട് കൊടുക്കണം കേട്ടോ. ചോറ് ഇട്ട് കൊടുക്കാം കേട്ടോ. മല്ലിച്ചപ്പും ഫസ്റ്റ് ട്രിപ്പിൽ അത് കഴിഞ്ഞു കേട്ടോ. മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് ട്രിപ്പിനുള്ള ആവി കയറ്റാണ്. ഫസ്റ്റ് ട്രിപ്പിന് നമ്മൾ ആ ഒരു ചോറ് വെച്ചപ്പോൾ ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് കൊള്ളൂല, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നീട് നമുക്ക് മസാലകൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫിഷ് മസാല ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ വീണ്ടും ചോറ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നമ്മൾ പറയില്ലേ ഈ കുക്കർ ബിരിയാണി എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര സിമ്പിളല്ലേ. അതേമാതിരി തന്നെ വീട്ടിലിപ്പോൾ ഇതിപ്പോൾ നെയ്ച്ചോറ് അവിടെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഇത്രയും പെട്ടെന്ന് കഴിയുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോറ് വെച്ചിട്ടാണെങ്കിലും പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിൽ ചെറിയൊരു പാട് എന്നുള്ളത് മീൻ നന്നാക്കി എടുക്കുക എന്നുള്ള ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഭയങ്കര ഈസിയാണ്, എല്ലാവർക്കും എളുപ്പത്തിൽ എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ. അങ്ങനെ ദമ്മിട്ടിട്ട് ഒരു 5-10 മിനിറ്റ്സ് ഒക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കണം കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ഇട്ട് അറിയിക്കുക കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിലും അങ്ങനെ തന്നെ അറിയിച്ചോളൂ ഉണ്ട് കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ്, പക്ഷേ ഭയങ്കര വലിയ ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.